BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. അമൃത് പദ്ധതി നടപ്പാക്കിയ ശേഷം നഗരപരിധിയിൽ ഉപയോഗിക്കാത്ത പൊതു ടാപ്പുകൾ ഒഴിവാക്കാൻ നടപടിക്ക് ശുപാർശ. അമൃത് പദ്ധതി പ്രകാരം 725 ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകിയതായി നഗരസഭാ അധ്യക്ഷ ബീന ശശിധരൻ പറഞ്ഞു. ടൗണിലെ 430 പൊതു ടാപ്പുകളിൽ 125 എണ്ണം ഈ ഭരണസമിതി വന്ന ശേഷം നീക്കം ചെയ്തു. ബാക്കി 305 എണ്ണത്തിൽ അമൃത് പദ്ധതി പ്രകാരം സൗജന്യ ഗാർഹിക കണക്ഷൻ നൽകിയ ശേഷം ഉപയോഗിക്കാതെ കിടക്കുന്ന പൊതു ടാപ്പുകൾ ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കും. കൂടാതെ കുടിവെള്ള കണക്ഷൻ നീട്ടുന്നതിന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3200 മീറ്ററോളം പൈപ്പ് ലൈൻ ദീർഘിപ്പിച്ചു. വലിയകുളം മുതൽ പെരുവോരം ഹോമിയോ ആശുപത്രി വരെയും താമരക്കുളം റോഡ് വെടിമറ കവലയിൽ നിന്ന് പൂതയിൽ റോഡ് വരെയുള്ള ഭാഗത്തെ പഴകിയ ലൈൻ മാറ്റി പുതിയ ലൈൻ സ്ഥാപിച്ചു. സംയുക്ത പരിശോധന നടത്തി കണ്ടെത്തിയ ബാക്കിയുള്ള പൊതു ടാപ്പുകളിൽ 55 എണ്ണം നിലനിർത്തി. ബാക്കി പൊതു ടാപ്പുകൾ നീക്കം ചെയ്യാൻ ജല അതോറിറ്റിയിൽ നിന്ന് സംയുക്ത പരിശോധന നടത്തിയ ശേഷം ലഭ്യമായ പട്ടിക കൗൺസിൽ അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നീക്കം ചെയ്യുന്നതിന് പൈപ്പ് ഒന്നിന് 1050 രൂപ വീതം തുക കണക്കാക്കി ജല അതോറിറ്റിയിൽ നിന്ന് എസ്റ്റിമേറ്റ് അംഗീകരിച്ച് നഗരസഭ പണമടയ്ക്കുന്ന മുറയ്ക്ക് ജല അതോറിറ്റി ടെൻഡർ നടപടി പൂർത്തീകരിച്ച് കട്ട് ചെയ്യാൻ നടപടി സ്വീകരിക്കും. നിലവിൽ ഒരു പൊതു ടാപ്പിന് 22,500 രൂപ വീതമാണ് അടയ്ക്കേണ്ടത്. 1.5 വർഷം മുൻപ് 6,500 എന്ന നിരക്കാണ് സർക്കാർ 22,500 വർദ്ധിപ്പിച്ചത്. ഇത് നഗരസഭയ്ക്ക് അധിക ഭാരമായി. നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കി പരിശോധന നടത്തി കണ്ടെത്തിയ പൊതു ടാപ്പുകൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സജി നമ്പിയത്ത് പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും കക്കടാശ്ശേരി കളിയാർ റോഡിലെ ആരംഭത്തിലുള്ള കക്കടാശ്ശേരി പാലത്തിന് നടപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം നടന്നില്ല. 6.5 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച പാലത്തിന് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടപ്പാലം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് 68 കോടി രൂപ അനുവദിച്ച റോഡ് നിർമ്മാണം 3 മാസം മുൻപാണ് പൂർത്തിയായത്. കക്കടാശ്ശേരി കളിയാർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കക്കടാശ്ശേരി പാലത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന നടപ്പാലം ഒഴിവാക്കുകയായിരുന്നു. DPR തയ്യാറാക്കുന്ന സമയത്ത് ഇക്കാര്യം ഉൾപ്പെടുത്തിയിരുന്നതാണ്. പുതിയ സർക്കാർ പ്രൊജക്ടിൽ മാറ്റം വരുത്തിയിരുന്നു. നിരന്തരം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ നിർമ്മാണം ഉയർന്ന നിലവാരത്തിൽ പൂർത്തിയായതോടെ 630 മീറ്റർ മാത്രം വീതിയുള്ള പാലത്തിലെ ഗതാഗതം കൂടുതൽ ദുഷ്കരമായിരിക്കുകയാണ്. അപകടവും വർദ്ധിച്ചു. ജനസാന്ദ്രതയേറിയ കക്കടാശ്ശേരി പുന്നമറ്റം പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ കാൽനട ബുദ്ധിമുട്ടേറിയതായി മാറിക്കഴിഞ്ഞു. ഇത് മുന്നിൽ കണ്ടാണ് പാലം പുതുക്കി പണിയാതെ കാൽനടക്കാർക്കായി സ്റ്റീൽ ഫ്രൂട്ട് ബ്രിഡ്ജ് പണിയാൻ തീരുമാനിച്ചത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പ്രധാന റോഡുകളിൽ ഒന്നാണിത്. കക്കടാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് മൂവാറ്റുപുഴ നിയോജക മണ്ഡല അതിർത്തിയായ ഞാറക്കാട് അവസാനിക്കുന്നതാണ് നവീകരിച്ച 20 കിലോമീറ്റർ റോഡ്. 1 കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിന് ശരാശരി 3 കോടി രൂപയാണ് അനുവദിച്ചത്. നിലവിൽ ശരാശരി വീതി 8 മീറ്റർ മാത്രമാണ്. TA മജീദ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ 1958 പാലം നിർമ്മിച്ചത്. 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പാലത്തിൽ നവീകരണമൊന്നും നടന്നില്ല. മാറിയ സാഹചര്യത്തിൽ റോഡ് വീതി കൂടി വാഹനത്തിരക്കേറിയതോടെ പാലത്തിലൂടെയുള്ള കാൽനട യാത്ര ദുഷ്കരമായി കഴിഞ്ഞു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ഫോർട്ട് വൈപ്പിനിലെ അഴിമുഖയോരത്തെ നടപ്പാത തകർന്ന് അപകട ഭീഷണിയിൽ. കരിങ്കൽ ഭിത്തി ഇളകി മാറി നടപ്പാത ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ ആളുകൾ ഏത് നിമിഷവും വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യമാണുള്ളത്. വിദേശികളടക്കം ഒട്ടേറെ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശത്ത് ഉത്സവ അവധി കൂടി വന്നതിനാൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. നഗരത്തോട് ചേർന്ന് കിടക്കുന്നതിനാലും മെട്രോ സർവീസിൽ പെട്ടെന്ന് തന്നെ ആളുകൾ ഇവിടേക്ക് എത്താൻ കഴിയുന്നതിനാലും ഫോർട്ട് കൊച്ചി വൈപ്പിൻ വരും ദിവസങ്ങളിലും തിരക്കേറും. ചുവപ്പ് പരവതാനി വിരിച്ച പോലെയുള്ള നടപ്പാത പലയിടങ്ങളിലും തകർന്നു. വെള്ളം അടിച്ചു കയറി നടപ്പാതയ്ക്കിടയിലെ കരിങ്കൽ ഭിത്തിയിളകിയാണ് നാശം സംഭവിച്ചത്. കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്കും നാശത്തിന്റെ വക്കിലാണ്. ടൂറിസം വകുപ്പ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഇവ പിന്നീട് അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. കളക്ടർ ചെയർമാനായ കൊച്ചിൻ ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി അറ്റകുറ്റപ്പണി CSML
ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ കത്ത് നൽകിയിരുന്നു. ഫോർട്ട് കൊച്ചി പൈതൃക നഗര നവീകരണ പദ്ധതിയിൽ ഫോർട്ട് വൈപ്പിനെയും ഉൾപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. ശുചിമുറി സമുച്ചയം, ഫീഡിംഗ് റൂം, റോറോ, യാത്രക്കാർക്ക് ഇരിപ്പിടം എന്നിവയും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഫോർട്ട് വൈപ്പിൻ നവീകരണത്തിന് പദ്ധതിയൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. CSML പറയുന്നത് വിവരാവകാശ നിയമം അനുസരിച്ച് വൈപ്പിൻ ജനകീയ കൂട്ടായ്മ ജനറൽ കൺവീനർ ജോണി വൈപ്പിന് നൽകിയ മറുപടിയിലാണ് വെളിപ്പെടുത്തൽ. അറ്റകുറ്റപ്പണിക്കായി ഉയരുന്ന മുറവിളി കൊച്ചി കോർപ്പറേഷനും CSML അവഗണിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട്. വ്യാപക സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാൻ കർമ്മ പദ്ധതികളുമായി പോലീസ്. ഏതാനും മാസങ്ങൾക്കിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ മാത്രം കോടികളാണ് നഗരത്തിൽ നഷ്ടമായത്. കൂടുതൽ ആളുകൾ ഇത്തരം കെണികളിൽ വീഴുന്നതാണ് ബോധവൽക്കരണം കാര്യക്ഷമമാക്കാൻ സിറ്റി പോലീസിനെ പ്രേരിപ്പിക്കുന്നത്. ഓൺലൈൻ പണം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പരാതികളിൽ പോലീസിന് തലവേദനയാകുന്നത് കേസ് അന്വേഷണമാണ്. പരാതിപ്പെടുന്നതിലുള്ള താമസമാണ് ആദ്യ വെല്ലുവിളി. പരാതി ലഭിച്ചാൽ തന്നെ പ്രതികളിലേക്ക് എത്തുന്നത് അതിലേറെ ദുഷ്കരമാണ്. കൂടുതലും സംഘങ്ങൾ ചേർന്നാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത്. ഇവരിലേക്ക് എത്തലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. മറ്റ് സംസ്ഥാനങ്ങളിലോ പുറം രാജ്യങ്ങളിലോ ഇരുന്നാണ് സംഘം തട്ടിപ്പുകൾ നിയന്ത്രിക്കുന്നതിനാൽ അന്വേഷണത്തിന് വിവിധ ഏജൻസികളെയും വകുപ്പുകളെയും ഏകോപിപ്പിച്ച് പ്രതികളിലേക്ക് എത്തുന്നതും ഏറെ ക്ലേശകരമാണ്. രാജ്യത്തിനകത്ത് നിന്നുള്ളവരാണ് തട്ടിപ്പ് സംഘമെങ്കിൽ ചുരുങ്ങിയത് 3 ഏജൻസികളുടെയെങ്കിലും സഹായം അന്വേഷണത്തിൽ വേണ്ടിവരും. നിയമ നടപടികൾ കാര്യക്ഷമമാക്കുന്നതിനൊപ്പം ബോധവൽക്കരണവും ശക്തമാക്കുന്നതിനാണ് പോലീസിന്റെ പ്രഥമ പരിഗണന. ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ, ഇതര സന്നദ്ധ സംഘടനകൾ എന്നിവയെ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവയ്ക്കപ്പെടുന്ന വ്യക്തിഗത വിവരങ്ങൾ പലപ്പോഴും തട്ടിപ്പ് സംഘങ്ങളുടെ കൈവശം എത്താറുണ്ട്. അനാവശ്യ ആപ്പുകളുടെ ഉപയോഗവും വ്യക്തിഗത വിവരങ്ങൾ ചോരാനിടയുണ്ട്. ഇതിനു പുറമെ തട്ടിപ്പ് സംഘങ്ങൾ വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തുന്നുമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം അവബോധമുണ്ടാക്കുക വഴി ഓൺലൈൻ തട്ടിപ്പുകാർക്ക് ഒരു പരിധിവരെ തടയിടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.